السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما منع الناس أن يؤمنوا إذ جاءهم الهدى إلا أن قالوا أبعث الله بشرا رسولا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരിൽ എങ്ങനെയാണ് നാം വിശ്വാസമർപ്പിക്കേണ്ടത്, അതല്ലെങ്കിൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസം എപ്രകാരമായിരിക്കണം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. മഹാന്മാരായ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുള്ള എല്ലാവരേക്കാളും ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ് എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആർക്കൊക്കെ പ്രാധാന്യവും ശ്രേഷ്ഠതയും കൽപ്പിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം എല്ലാവരെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ പ്രത്യേകമായി സ്ഥാനങ്ങളും പദവികളും ശ്രേഷ്ഠതകളും നൽകിക്കൊണ്ട് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്നത് അവന്റേതായ പ്രത്യേകതയാണ്. അള്ളാഹു വളരെ കൃത്യമായി അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ഖസസിലെ 68-ാമത്തെ ആയത്തിൽ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ രക്ഷിതാവാണ് യഖ്ലുഖു മാ യശാഉ, നിന്റെ രക്ഷിതാവായ അല്ലാഹു യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നതെന്തോ അതവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. വയഖ്താർ, അവൻ ഉദ്ദേശിക്കുന്നതിന് പ്രാധാന്യങ്ങളും പ്രത്യേകതകളും നൽകിക്കൊണ്ടവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അതെന്തേ അങ്ങനെയെന്ന് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരാൾക്കും അധികാരമില്ല. അതിനുള്ള അധികാരവും അവകാശവും അവന്റെ അടുക്കൽ മാത്രമാണുള്ളത്. സൃഷ്ടികളിൽ പലതിനും അല്ലാഹു പല നിലക്കുള്ള പ്രത്യേകതകളും പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്ത് കാണുന്ന എല്ലാം ഒരേ പ്രത്യേകമായ ദർജയിലോ ഒരേ പദവിയിലോ അല്ല, ഒരേ സ്ഥാനത്തിലോ അല്ല നമുക്ക് കാണാനാകുന്നത്. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഭൂമിയുടെ പ്രദേശങ്ങളെല്ലാം തുല്യ പദവിയിലല്ല. പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധമായ ഹറം ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏറെ ശ്രേഷ്ഠത നൽകപ്പെട്ടിട്ടുള്ള മണ്ണാണ്, രാജ്യമാണ്.
അവിടെയുള്ള ചെടികൾ പോലും മുറിക്കുവാനോ അവിടെ വേട്ടയാടുവാനോ അവിടെ പാറി പറന്നുകൊണ്ടിരിക്കുന്ന പറവകളെയോ കിളികളെയോ ശല്യപ്പെടുത്തുവാനോ പോലും ഒരു മനുഷ്യന് പാടുള്ളതല്ല. അള്ളാഹു അങ്ങനെ സ്ഥാനം നൽകി അനുഗ്രഹിച്ചിട്ടുള്ള പ്രത്യേകമായ ഭൂപ്രദേശമാണ് അള്ളാഹു ഹറമാക്കി നിശ്ചയിച്ചിട്ടുള്ള മക്കയും അതുപോലെ തന്നെ മദീനയുമെല്ലാം. ആ സ്ഥലങ്ങളിൽ വെച്ച് ആരെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ ഗൗരവതരമായ ശിക്ഷയാണെന്നത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, وَمَن يُرِدْ فِيهِ بِإِلْحَادٍ بِظُلْمٍ نُذِقْهُ مِنْ عَذَابٍ أَلِيمٍ. ആരെങ്കിലും ആ രാജ്യത്ത് അന്യായമായി കൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെയും നുദിഖുഹു, നാം അവനെ രുചിപ്പിക്കുന്നതാണ് മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയില്ലെന്ന്. അത് വിശുദ്ധമായ ഭൂമികൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതെങ്കിൽ ചില മാസങ്ങൾക്ക്, ചില പ്രത്യേകമായ കാലങ്ങൾക്ക്, സമയങ്ങൾക്ക് അള്ളാഹു മറ്റ് കാലങ്ങളെയും സമയങ്ങളെയും അപേക്ഷിച്ച് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിശുദ്ധ റമദാൻ മറ്റു മാസങ്ങളിൽ നിന്ന് ശ്രേഷ്ഠമാണ്. മറ്റു രാവുകളിൽ നിന്ന് ഏറ്റവും പ്രാധാന്യമുള്ള രാവ് ലൈലത്തുൽ ഖദറാണ്. ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫാ ദിനം. ആഴ്ചയിലൊരിക്കലുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശ്രേഷ്ഠമേറിയ ദിനമാണ് യൗമുൽ ജുമുഅ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ് കാലവും സമയവും ഒക്കെ എങ്കിലും അതിനും അല്ലാഹു ചില പ്രത്യേകതകൾ മറ്റു ചില സമയങ്ങൾക്കില്ലാത്ത, കാലങ്ങൾക്കില്ലാത്ത പ്രത്യേകത നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് അവന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യർ. ആ മനുഷ്യരിൽ ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠത നൽകി ആദരിച്ചിരിക്കുകയാണ്. അവരാണ് അമ്പിയാക്കന്മാർ. പ്രവാചകന്മാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. സിദ്ദീഖുകളെക്കാൾ, ശുഹദാക്കളെക്കാൾ, ഇതര സ്വാലിഹീങ്ങളെക്കാളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 86-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വകുല്ലം ഫദ്ദൽനാ അലൽ ആലമീൻ, ലോകരെക്കാളെല്ലാം അവരെ നാം ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകന്മാരിൽ പലരെയും കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്, വകുല്ലം ഫദ്ദൽനാ അലൽ ആലമീൻ, മറ്റു ലോകരെക്കാളെല്ലാം എല്ലാവരെയും, ഈ പ്രവാചകന്മാരെ ഒക്കെ നാം ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ലോകത്തുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുന്നതരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ. എന്നാൽ പ്രവാചകന്മാരെക്കാൾ തങ്ങളുടെ ഇമാമുകൾക്ക്, അതല്ലെങ്കിൽ അവര് പ്രത്യേകമായ ചില സ്ഥാനപ്പേരുകൾ വെച്ച് കെട്ടി കൊടുത്തിട്ടുള്ള ചില ആളുകൾക്ക് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് തെറ്റിദ്ധരിച്ച, അതല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന, അന്ധവിശ്വാസം സമൂഹത്തിലേക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിഴച്ച കക്ഷികൾ ലോകത്ത് ഇന്നുമുണ്ട്. അവര് പറയുന്നത് അവരുടേതായ പ്രത്യേകമായ ചില ഇമാമുകൾ, അത് അഹ്ലുസുന്നയിലല്ല കാണുന്നത്, ശിഅ വിഭാഗത്തിലാണ് അത് കാണുന്നത്. അവരുടേതായ ചില ആളുകളെ മഹാന്മാരായ പ്രവാചകന്മാരെക്കാൾ പദവിയിലെത്തിയവരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള പല വിശ്വാസക്കാരെയും നമുക്ക് അവരുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. അവരുടെ ചില വാചകങ്ങൾ നോക്കൂ നിങ്ങൾ. ഇന്ന മിൻ ദറൂറാത്തി മദ്ഹബിനാ അന്ന ലിഅഇമ്മത്തിനാ മഖാമൻ ലാ യബ്ലുഗുഹു മലകുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ. ഖുമൈനിയുടെ ഹുകൂമത്തുൽ ഇസ്ലാമിയ എന്ന പേരിലുള്ള ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തെ, ഇസ്ലാമിക് ഗവൺമെന്റ്. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഇന്ന മിൻ ദറൂറാത്തി മദ്ഹബിനാ, നമ്മുടെ വീക്ഷണത്തിൽ അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അന്ന ലിഅഇമ്മത്തിനാ മഖാമൻ, നമ്മുടെ ഇമാമുകൾക്ക് ചില പ്രത്യേകമായ പദവികളുണ്ട്. ആ പദവിയിലേക്ക് ലാ യബ്ലുഗുഹു മലകുൻ മുഖറബുൻ, അള്ളാഹുവിന്റെ പ്രത്യേക സാമീപ്യം സിദ്ധിച്ചിട്ടുള്ളവരും മലക്കും ആ പദവിയിലേക്ക് എത്തൂല. വലാ നബിയ്യുൻ മുർസലുൻ,
അള്ളാഹു റസൂലായി അയച്ചിട്ടുള്ള ഒരു നബിയും ഒരു മുർസലുമൊന്നും അവർക്കൊന്നും എത്തിപ്പെടാനാവാത്ത പദവികളിൽ നമ്മുടെ ചില പ്രഖ്യാല ഇമാമീങ്ങളുണ്ട്. കാരണം അവർക്കൊക്കെ പ്രത്യേകമായി അള്ളാഹുവിങ്കൽ നിന്ന് ഉടനെ നിയമങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ട് ലൈനായി എന്ന വിശ്വാസക്കാരാണ് അവരിൽ ഭൂരിഭാഗം. അതുപോലെ തന്നെ പലരും ഖാത്തമുൽ അംബിയായിനേക്കാൾ ശ്രേഷ്ഠത ഖാത്തമുൽ ഔലിയായിനുണ്ട്, ഔലിയാക്കളിൽ ഏറ്റവും പുണ്യമുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അംബിയാക്കളുടെ പദവികളെക്കാളും ശ്രേഷ്ഠപ്പെടുത്തിയ വേറെയും പല പിഴച്ചുപോയിട്ടുള്ള കക്ഷികളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയൊക്കെ പ്രവാചകന്മാരെക്കാളും മറ്റുള്ളവരെ പിൽക്കാലത്തുള്ളവർക്ക് പദവികൾ നൽകിക്കൊണ്ട് ആദരിച്ചു ബഹുമാനിച്ച, ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പരിധി വിട്ട പല ആളുകളും ലോകത്തുണ്ട്. അഹ്ലുസുന്നയാവട്ടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്താവട്ടെ, ആ നിലക്കുള്ള വ്യതിയാന വാദങ്ങളിൽ നിന്നെല്ലാം മുഖതമായിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിന് കൈമാറി, അവർ പിൻഗാമികൾക്ക് കൈമാറി പോന്നിട്ടുള്ള ശരിയായ വിശ്വാസങ്ങളിൽ ഇന്നും അടിയുറച്ചു നിൽക്കുന്നു. അള്ളാഹു ആ കൂട്ടത്തിൽ തന്നെ നമ്മെ എല്ലാ കാലത്തും അടിയുറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരെക്കാൾ പദവിയുള്ളവരാരും ഇല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രവാചകന്മാരെക്കാളും പദവിയുണ്ടെന്ന വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതും അല്ല, അത് പിഴച്ച വാദമാണ്. അതേ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മറ്റൊരു യാഥാർത്ഥ്യം, അള്ളാഹു ശ്രേഷ്ഠപ്പെടുത്തിയ എല്ലാ പ്രവാചകന്മാരും ഒരേ പദവിയിലല്ല എന്നതാണ്. ആ പ്രവാചകന്മാരിൽ തന്നെയും ചിലർക്ക് ചിലരേക്കാൾ പദവി വ്യത്യാസമുണ്ട്, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്, തീർച്ചയായും ചില പ്രവാചകന്മാരെ ചിലരേക്കാൾ നാം ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അത് അല്ലാഹു കൊടുത്തിട്ടുള്ള ശ്രേഷ്ഠതയാണ്. അള്ളാഹു ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു. സൂറത്തുൽ ബഖറ 253-ാമത്തെ ആയത്തിലും നമുക്ക് കാണാം, തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത് വആതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാതി വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്. ആ പ്രവാചകന്മാര്, ദൂതന്മാര്, ഫദ്ദൽനാ ബഅദഹും, അവരിൽ ചിലരെ നാം ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്, അലാ ബഅദിൻ, ചിലരേക്കാൾ, മിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ കല്ലമല്ലാഹ്, അല്ലാഹ് നേരിട്ട് സംസാരിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. കലീമുല്ലാഹി എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. വറഫഅ ബഅദഹും ദറജാത്, അവരിൽ ചിലരേക്കാൾ ചിലരുടെ പദവികളെ നാം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വആതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാതി, മറിയമിന്റെ പുത്രൻ ഈസാക്ക് നാം സുവ്യക്തമായ തെളിവുകൾ നൽകിയിട്ടുണ്ട്. വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവിനെ മുഖേന നാം അദ്ദേഹത്തിന് ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രവാചകന്മാർക്കിടയിൽ തന്നെയുള്ള പദവി വ്യത്യാസമാണ് വിശുദ്ധ ഖുർആനി പഠിപ്പിച്ചു തരുന്നത്. അമ്പിയാക്കന്മാരിൽ ശ്രേഷ്ഠ പദവിയുള്ളവരാണ് മുർസലീങ്ങൾ. ആ റുസുലുകളിൽ തന്നെയും വളരെ പ്രാധാന്യമർഹിക്കുന്ന 5 ആളുകളുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. സൂറത്തുൽ അഹ്ഖാഫിലെ 35-ാമത്തെ ആയത്തിലൂടെ, ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ, നബിയേ താങ്കൾ സഹിക്കണം, ക്ഷമിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ തളരരുത് നബിയേ, നിങ്ങൾ സഹിക്കണേ, ക്ഷമിക്കണേ. കമാ സ്വബറ, സഹനം അവലംബിച്ചതുപോലെ, ക്ഷമിച്ചതുപോലെ. ആര്? ഉലുൽ അസ്മി മിനർ റുസുലി, പ്രവാചകന്മാരിൽ നിന്ന് നല്ല മനോദാർഢ്യതയുള്ളവർ മുമ്പ് സഹിച്ചതുപോലെ, ദൃഢമനസ്കരായ മുർസലീങ്ങൾ സഹിച്ചതുപോലെ നബിയെ നിങ്ങളും സഹിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം. ആ 5 ആളുകളെ പലയിടത്തും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്.
ഒരേ സ്ഥലത്തായി പറയുന്ന ആയത്തുകളുണ്ട്. ഒന്ന് സൂറത്തു ശൂറയിലെ 13-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹാ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. ഒക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ശറഅ ലക്കും മിനദ്ദീനി, അല്ലാഹ് പറയുകയാണ്, മതത്തിൽ നിന്ന് നിങ്ങൾക്ക് നിയമമാക്കി തന്നിട്ടുണ്ട്. മാ വസ്സാ ബിഹി നൂഹാ, നൂഹിനോട് നാം ഗൗരവത്തോടെ ഉപദേശിച്ച കാര്യം. വല്ലദീ ഔഹൈനാ ഇലൈക, താങ്കളിലേക്ക് ഉത്ബോധനം നൽകിയതും. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ, ഇബ്രാഹീമിന് ഗൗരവത്തോടെ ഉപദേശം കൊടുത്തതും. വമൂസാ, മൂസാക്ക് കൊടുത്തതും. വഈസാ, ഈസാക്ക് കൊടുത്തതും. എല്ലാവരോടും തന്നെ പറഞ്ഞിട്ടുള്ള, ഗൗരവത്തോടെ പറഞ്ഞിട്ടുള്ള വസിയ്യത്ത്, അന്നഖീമുദ്ദീൻ, ദീനിനെ നിങ്ങൾ നിലനിർത്തണേ. വലാ തതഫറഖൂ ഫീഹി, അതിൽ നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. ഇത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 5 ആളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അവരാണ് ഉലുൽ അസ്മുകൾ എന്നറിയപ്പെടുന്നത്. അടുത്ത ആയത്തിലും അവരെ കുറിച്ച് സൂറത്തുൽ അഹ്സാബ് 7-ാമത്തെ ആയത്ത്, ഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും ومنك ومن نوح وإبراهيم وموسى وعيسى ابن مريم. 5 ആളുകൾ അവിടെയും പറഞ്ഞു. പ്രവാചകന്മാരിൽ നിന്ന് നാം അവരോട് കൃത്യമായ കരാറുകൾ വാങ്ങിയിട്ടുണ്ട്. പ്രവാചകന്മാരിൽ നിന്ന് നാം കനത്ത കരാറുകൾ വാങ്ങിയിട്ടുണ്ട്. അല്ലാഹ് പറയാണ്. എന്നിട്ട് പറയാണ്, ആ പ്രവാചകന്മാരെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാണ് വമിൻക, ആദ്യം തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ്. നിന്നിൽ നിന്നും, വമിൻ നൂഹ്, നൂഹിൽ നിന്നും, ഇബ്രാഹീമ, ഇബ്രാഹീമിൽ നിന്നും, മൂസാ, മൂസയിൽ നിന്നും, വഈസ ഇബ്നു മറിയം അലൈഹിമുസ്സലാം, അവരിൽ നിന്നെല്ലാം നാം കരാർ വാങ്ങിയിട്ടുണ്ട്, ശക്തമായ കരാർ എന്ന് അല്ലാഹു പറയാണ്. അപ്പൊ ഇവരാണ് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ. വിശുദ്ധ ഖുർആൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ധാരാളക്കണക്കിന് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ തർക്കമില്ലാതെ പറഞ്ഞിട്ടുള്ള 25 നബിമാരാണുള്ളത്. ആ 25-ൽ തന്നെ ഏറ്റവും ഉലുൽ അസ്മുകൾ എന്നറിയപ്പെടുന്ന 5 ആളുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് മഹാനായ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, ഖാത്തമുൽ അംബിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം, നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഓരോ പ്രവാചകന്മാർ 25 ആൾ, അതിലേറ്റവും ശ്രേഷ്ഠമുള്ളവർ അതിൽ തന്നെ. ഇനി ഇവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠ പദവി, ഈ ഉലുൽ അസ്മുകളിൽ ഏറ്റവും ഉന്നതമായ പദവി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. അവിടുത്തെ പ്രത്യേകതകൾ ധാരാളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ എന്ന നമ്മൾ ഈ അടുത്ത് അവസാനിപ്പിച്ച വളരെ വിശദമായി 149ഓളം പ്രഭാഷണങ്ങളിലൂടെ വിശദീകരിച്ചത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വവും അതിനോടനുബന്ധമായ കാര്യങ്ങളുമായിരുന്നു. മാത്രമല്ല അവിടുന്ന് അന്തിമ പ്രവാചകരാണ്. നമ്മുടെ വിശ്വാസം അതാണ്. ആ വിശ്വാസത്തിന് ആർക്കെങ്കിലും ലവലേശം ഇളക്കം സംഭവിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ടാണ് ഖാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന വിധി ഉണ്ടായത്. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അവർ പറയാഞ്ഞിട്ടല്ല, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുന്നതോടുകൂടി നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോടുകൂടി പ്രവാചകന്മാരുടെ ശൃംഖല അവസാനിച്ചിരിക്കുന്നു, ഇനി ഒരു നബി വരാനില്ല. അതേ അവസരത്തിൽ ഖാദിയാനികൾ അടക്കമുള്ള പഴച്ച പല കക്ഷികളും കദ്ദാബുകളും ദജ്ജാലുകളും ഒക്കെ വാദിക്കുന്നത് അല്ല, ഇനിയും പല പ്രവാചകന്മാരും വരാനുണ്ട്, ഇനിയും വരും, പലരും വന്നിട്ടുണ്ട്, അത് എന്നും തുടരും എന്നതാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്, യാതൊരു സംശയവും ആ വിഷയത്തിൽ വേണ്ട. അങ്ങനെ ഒരു നബി ഉണ്ടാവണ്ടേ, ഉണ്ടായിക്കൂടെ, ഉണ്ടായപ്പോ എന്തൊരു തകരാറ് എന്ന് സംശയിക്കുന്നത് പോലും കുഫറാകും. ഉറച്ച വിശ്വാസമാണ് നമുക്ക്. ഇനി ഒരു നബിയാണെന്ന് പറഞ്ഞ ഒരുത്തൻ വന്നാൽ അവൻ കദ്ദാബ്, അവൻ കളവാണ് പറയുന്നത്.
ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അവിടുന്ന് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. 10-30 ആളുകൾ വരും, ദജ്ജാലൂന, അവർ വളരെ ദജ്ജാലുകൾ, കെദിബ് പറയും, എല്ലാവരും വാദിക്കും നബിയാണെന്ന് വാദിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് വരെ ആ പ്രവാചകൻ പകരം സമാനമായിക്കൊണ്ട് പ്രവാചകത്വ പദവിയും വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന പലരും ഉണ്ടായിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ്, യമാമയിൽ വന്ന മുസൈലിമ നബിയാണെന്ന് വാദിച്ചവനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവന്റെ ആളുകളുമായി കൊണ്ട് യമാമയിൽ വെച്ച് ഘോരമായ പോരാട്ടം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്വദുൽ അനസി, അതുപോലെ തന്നെ സജാഹി എന്ന് പറയുന്ന ഒരു പെണ്ണ് നബിച്ചിയായി വാദിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത് തുടരുകയാണ്. ബഹായികൾ ബഹാഉള്ളയെ സംബന്ധിച്ച് നബിയാണെന്ന് വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കക്ഷികളും പല വാദങ്ങളുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ഖാദിയാൻ ഗ്രാമത്തിൽ ജനിച്ച മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്നയാളും ഞാനും നബിയാണെന്ന് വാദിച്ചത്. ഇനിയും വരും അത്തരത്തിലുള്ള കള്ളന്മാർ. സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അന്തിമ പ്രവാചകരോടുകൂടി അത് അവസാനിച്ചു. ഇനി ഒരു ഒറിജിനൽ നബിയും വരാറില്ല, നിഴൽ നബിയും വരാനില്ല. ചിലപ്പോൾ ഖാദിയാനികൾ പല ഗ്രൂപ്പായിട്ട് പറയും ഒറിജിനൽ നബി അല്ല, ഒരു നിഴൽ നബിയാണ്, ഒരു സഹായ നബിയാണെന്നൊക്കെ. നമ്മൾ ഇനി ഒരു നബിയായിട്ട് ലോകത്തേക്ക് പണ്ട് കഴിഞ്ഞു പോയ ഒരു നബി ഇനി ഇവിടെ വരും. അത് അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു. അത് മഹാനായ ഈസ നബി അലൈഹിസ്സലാം. അത് വേറൊരു നബിയായിട്ടോ ഒരു പുതിയ പ്രവാചകനായിട്ടോ ഒരു പുതിയ ശരീഅത്ത് പഠിപ്പിക്കാനായിട്ടോ അല്ല വരിക. മറിച്ച് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പൂർത്തിയാക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക ശരീഅത്തിനെ തന്നെ നടപ്പിൽ വരുത്തുന്ന, എത്രത്തോളം അവിടുന്ന് ഒരു സുബഹിയുടെ നേരത്താണ് ഈ ലോകത്തേക്ക് ഇറങ്ങി വരിക, എവിടെ ഇറങ്ങി വരും എന്ന് വരെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി വരുമ്പോ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോ ഇവിടെ ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾ വട്ടം കൂട്ടുന്ന നേരമായിരിക്കുമെന്നും, അങ്ങനെ അന്നുള്ള ഇമാമായ ഇമാം മഹ്ദിയുടെ പിന്നിൽ ആളുകൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ഇമാം മഹ്ദി മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുമ്പോ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ച് ഇമാമത്തിന്റെ സ്ഥാനത്തേക്ക് ക്ഷണിക്കുമ്പോൾ പോലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും തഖദ്ദം, നിങ്ങൾ നിസ്കരിക്കൂ, നിങ്ങൾ നിസ്കരിക്കൂ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹ്ദിയെ തുടർന്നുകൊണ്ടാണ് ആര് പോലും നിസ്കരിക്കുക? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും. പരലോക വിശ്വാസം എന്ന വിഷയത്തിന്റെ തുടർ പരമ്പരയിൽ വളരെ സവിസ്തരം നമ്മൾ ആ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് കേൾക്കാത്തവർ കേൾക്കണം, മനസ്സിലാക്കണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ പ്രവാചകന്മാരിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അന്ത്യപ്രവാചകനോട് കൂടി അതെല്ലാം അവസാനിച്ചു. ഇനി ഒരു നബിയും ഈ ലോകത്തേക്ക് നബിയായി കൊണ്ടുവരാനില്ല. അതുകൊണ്ട് പ്രവാചകന്മാരുടെ പദവികളും വ്യത്യസ്തങ്ങളായ അവരുടെ സ്ഥാന വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പരമപ്രധാനമായ കാര്യമുണ്ട്. ഏതെങ്കിലും ഒരാള് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏതെങ്കിലും നിലക്ക് ഒന്ന് കുറ്റം പറയുമ്പോ അവൻ ഏത് മതത്തിന്റെ ആളാണ് നോക്കിയിട്ട് അപ്പുറത്തുള്ള ആളുടെ നേതാവിനെ, പ്രവാചകനെ നമുക്ക് ചീത്ത പറയാൻ പറ്റുമോ? നമുക്ക് ചീത്ത പറയാൻ പറ്റൂല. കാരണം നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല. മറ്റു മതക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞു, ക്രൈസ്തവർ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചിട്ടില്ല. യഹൂദികൾ അതുപോലെ തന്നെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് അവരൊക്കെ പലതും പറയുമ്പോ ദേഷ്യം പിടിച്ചിരുന്ന നിങ്ങളെ നബി ഇങ്ങനെയാണ് നമുക്ക് തിരിച്ചു പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിനയം നോക്കൂ നിങ്ങൾ. മാത്സര്യ ബുദ്ധി കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറ്റൊരു പ്രവാചകന്റെ പേരിൽ സംസാരിക്കുമ്പോ ആ പ്രവാചകനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു വർത്തമാനം നിങ്ങൾ പറഞ്ഞു പോകരുതെന്നാണ് അവിടുന്ന് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, ഹദീസുകളിൽ കാണാം, ലാ തുഖയ്യിറൂ ബൈനൽ അംബിയാ, അംബിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ പ്രത്യേകം എടുത്തു പറയരുതേ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ തുഫദ്ദിലൂ ബൈന അംബിയാഇല്ല, അംബിയാക്കന്മാരുടെ അല്ലാഹുവിന്റെ അംബിയാക്കൾക്കിടയിൽ നിങ്ങൾ പ്രത്യേകം ശ്രേഷ്ഠതകൾ കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ നിലക്കുള്ള വർത്തമാനങ്ങൾ പറയരുത്. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഉലമാവ് പറയുന്നുണ്ട്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ചില പ്രവാചകന്മാർക്ക് ചിലരേക്കാണ് അള്ളാഹ് ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറയുന്നതിന് എന്താ കുഴപ്പം? അള്ളാന്റെ റസൂൽ അങ്ങനെ പറയരുതെന്നും പറയുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കാം? അതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകം വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്
ഫത്ഹുൽ ബാരിയിൽ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാലൽ ഉലമാ, ഈ രംഗത്ത് നമുക്കുണ്ടാകുന്ന ഒരു സംശയം, അല്ലാഹ് അങ്ങനെ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോ നബി തങ്ങൾ അങ്ങനെ നിങ്ങൾ ശ്രേഷ്ഠപ്പെടുത്തി പറയല്ലേ, പരസ്പരം വ്യത്യാസപ്പെടുത്തി പറയല്ലേ എന്നും പറയുമ്പോ ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കും? ഇത് വൈരുദ്ധ്യമല്ലേ എന്ന ചർച്ചക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പണ്ഡിത ലോകം പ്രതികരിക്കുകയാണ്. ഖാലൽ ഉലമാഉ ഫീ നഹീഹി അനി തഫ്ളീൽ ബൈനൽ അംബിയാ ഇന്നമാ നഹാ അൻ ദാലിക മൻ യഖൂലു ബിറഈഹി ലാ മൻ യഖൂലുഹു ബിദലീൽ ഔ മൻ യഖൂലുഹു ബിഹൈസു യുഅദ്ദി ഇലാ തൻഖീസിൽ മഫ്ദൂൽ ഔ യുഅദ്ദി ഇലൽ ഖുസൂമത്തി വത്തനാസുഉ. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. പണ്ഡിതന്മാരിവിടെ പറയാണ്, അള്ളാന്റെ റസൂൽ നിങ്ങൾ അമ്പിയാക്കൾക്കിടയിൽ ഇങ്ങനെ വ്യത്യാസം കൽപ്പിച്ച് പറയരുതെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ മറ്റൊരാളോട് തർക്കിക്കുന്ന വേളയിൽ നിങ്ങൾ ആരെയാണോ പ്രതിയായിട്ട് ചേർക്കുന്നതെങ്കിൽ അയാളെ മോശപ്പെടുത്തുന്ന നിലക്ക് ആ ഉദ്ദേശം വെച്ചിട്ട് എന്നെ പുകഴ്ത്തരുത് എന്നാണ് പറഞ്ഞത്. മറ്റൊരു പ്രവാചകൻ മോശക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു ക്രിസ്ത്യാനിനോട് സംസാരിക്കാൻ, നിങ്ങളെ ഈസ അല്ലെ നിങ്ങളെ യേശു നിങ്ങൾ ആ നബി ഉണ്ടല്ലോ എന്തിനു കൊള്ളാം പറയാൻ പാടുണ്ടോ? അതല്ലാ പറയാൻ പാടുണ്ടോ? നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല. മൂസ നബി അലൈഹി ഇസ്ലാമിനെ ആരെ നമ്മളെ ഒരൊറ്റ നബി ഒരൊറ്റ പ്രവാചകന്മാരെ കുറിച്ചും ആ നിലക്കുള്ള ഒരു നഖ്സ്, ഒരു തൻഖീസ്, അവരെ കുറിച്ചൊരു ന്യൂനത ദ്യോതിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. ഔ യുഅദ്ദീൽ ഖുസൂമത്തി വത്തനാസുഉ, തർക്കമുണ്ടാകുന്ന നേരത്ത് വാശി പിടിച്ചിട്ട് നമ്മൾ നബിക്ക് വേണ്ടി വാദിക്കുക, നമ്മളെ നബിക്ക് വേണ്ടി വാദിക്കുക, വാശി മൂത്തിട്ട് എന്നിട്ട് മറ്റേ നബി മോശക്കാരനാണെന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് അവരുടെ മനസ്സ് അവരെ പരാജയപ്പെടുത്തി എല്ലാം കൊണ്ടും മേലെ ഞങ്ങളെ നബി തന്നെയാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള രൂപത്തിലുള്ള തർക്കങ്ങളുടെ വേളയിലൊന്നും നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തി, അങ്ങനെ അമ്പിയാക്കൾക്കിടയിലുള്ള ശ്രേഷ്ഠത നിങ്ങൾ മഹത്വപ്പെടുത്തി പറയരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേ അവസരത്തിൽ ദലീലോടുകൂടെ പറയുകയാണെങ്കിലോ, നേരത്തെ പറഞ്ഞില്ലേ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, ലാ മൻ യഖൂലുഹു ബിദലീൽ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ നമ്മൾ വിശദീകരിച്ചില്ലേ, ഇപ്പൊ നമ്മളിപ്പോ എത്ര നേരം വിശദീകരിച്ചു, അമ്പിയാക്കളെല്ലാം ഒരേ പദവിയിലല്ല, അവരിൽ തന്നെ മഹത്വങ്ങൾ വ്യത്യസ്ത ദറജകൾ ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ അവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ 5 ആളുണ്ട്, അതിലും ശ്രേഷ്ഠവാനായ ഖാത്തമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഇതൊന്നും നമ്മൾ ഏതെങ്കിലും ഒരു നബിയെ വില കുറച്ച് കാണിക്കാനുള്ള ഉദ്ദേശത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബിയുടെ അനുയായികൾ എന്നറിയപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ നമുക്ക് മേൽക്കോയ്മ നേടിയിട്ട് അവരെ വിഷമിപ്പിക്കാനോ ഉദ്ദേശത്തിൽ ഒന്നും അല്ലല്ലോ. അല്ലാഹ് നമുക്ക് അറിയിച്ചു തന്ന, അവൻ ശ്രേഷ്ഠപ്പെടുത്തിയ ഒരു കാര്യം തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ വിനയത്തോടെ ഉൾക്കൊള്ളണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു എന്ന് മാത്രം. അതിലപ്പുറമുള്ള ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചകന് വേണ്ടി വീറോടെ വാദിച്ച് മറ്റുള്ളവരെയൊക്കെ ഒരു മോശക്കാരായി കാണിക്കുന്ന നിയ്യത്ത് വന്നുപോയാൽ അത് കുഫറായി തീരും. അതുണ്ടാകാൻ പാടില്ല. അത് അഖീദയുടെ കാര്യത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളെ നബി ഇങ്ങനെ, ഞങ്ങളെ നബി ഇങ്ങനെയെന്നൊക്കെ പോരിശൊക്കെ പറയുമ്പോൾ മറ്റൊരു നബിയെ തരം താഴ്ത്തുന്ന ഒരു സൂചനയോ ഒരു പദപ്രയോഗങ്ങൾ പോലും ഉണ്ടായിക്കൂടാത്തതാണ്. നിങ്ങൾ നോക്കൂ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ആ സന്ദർഭത്തിൽ നിന്നാണ് പണ്ഡിതന്മാർ ഇങ്ങനെ തർക്കവേളയിൽ അങ്ങനെ ഉന്നയിക്കരുതെന്ന് പറയാൻ ഇടയായത്. 2 ആള് തമ്മിൽ ഇസ്തബ്ബ റജുലുൻ മിനൽ മുസ്ലിമീന വറജുലുൻ മിനൽ യഹൂദ്, ഒരു മുസ്ലിമീങ്ങളിൽപ്പെട്ട അഥവാ ഒരു സഹാബിയും ഒരു യഹൂദിയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാൻ തുടങ്ങി. 2 ആളും തമ്മിൽ കലമ്പി, തർക്കമായി. ഫഖാലൽ മുസ്ലിം, അപ്പോൾ മുസ്ലിമായ സഹാബി പറഞ്ഞു, വല്ലദി ഇസ്തഫാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ആലമീൻ. അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സർവ്വലോകരെക്കാളും തെരഞ്ഞെടുത്ത അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. ഫഖാലൽ യഹൂദി, അപ്പോൾ യഹൂദി ജൂതം പറഞ്ഞു, വല്ലദി ഇസ്തഫാ മൂസ അലൽ ആലമീൻ, സർവ്വലോകരെക്കാളും മൂസയെ തെരഞ്ഞെടുത്ത അല്ലാഹുവിനെ തന്നെ സത്യം. അങ്ങനെ ഓരോരുത്തരും ചേരി തിരിഞ്ഞിട്ട് ഭയങ്കരമായ തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ ഫറഫഅൽ മുസ്ലിം ഇൻദ ദാലിക യദഹു, മുസ്ലിം അവന്റെ കൈ ഉയർത്തി. ഫലതമ വജ്ഹൽ യഹൂദി, യഹൂദിയുടെ മുഖത്ത് കരണത്തേക്ക് അറ്റടിയെ വെച്ചു. എന്താ ജി പറഞ്ഞെന്ന് വെച്ചിട്ട് കൈ ഉയർത്തിയിട്ട് മുഖത്തടിച്ചു. ഫദഹബൽ യഹൂദിയു ഇൻദ ദാലിക, യഹൂദിക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തിയ നീതി കിട്ടുന്നു. ശത്രുക്കൾക്ക് വരെ അറിയാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിമാനാണെന്ന്. അതുകൊണ്ട് തന്നെ ഫദഹബൽ യഹൂദിയു ഇൻദ ദാലിക ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ഫഅഖ്ബറഹു ബിമാ കാന മിൻ അംരിഹി വ അംരിൽ മുസ്ലിം, തനിക്കും ഈ മുസ്ലിമായ ആൾക്കും ഇടയിലുണ്ടായ തർക്കവിതർക്കങ്ങളും അതിന്റെ പര്യവസാനമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുമൊക്കെ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ പരാതിയായി ബോധിപ്പിച്ചപ്പോൾ ഫദഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിച്ചു. ഫസഅലഹു അൻ ദാലിക ഫഅഖ്ബറഹു, അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം കാര്യങ്ങൾ നടന്നതൊക്കെ പറഞ്ഞപ്പോ ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഖയ്യിറൂനി അലാ മൂസ, നിങ്ങൾ എന്നെ മൂസയേക്കാൾ ഖൈറാക്കിക്കൊണ്ട് പറയരുത്. അവിടെ എന്താ, മൂസാ നബിയേക്കാൾ ഖൈറായ ശ്രേഷ്ഠതയുള്ള ആൾ തന്നെയല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? വല്ലാഹി അതെ, ഒരു സംശയമല്ല. പക്ഷെ ഇവര് തമ്മിൽ തർക്കി മൂത്തപ്പോ പിന്നെ മൂസ നബി അലൈഹി ഇസ്ലാമിന് മോശക്കാരനായി നിലക്കുള്ള രൂപത്തിലേക്ക് ആ തർക്കങ്ങൾ പോയത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമ്പ്രദായം ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രത്യേകത കൂടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തു. ഇതിനെപ്പറ്റി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ വിനയത്തിൽപ്പെട്ടതാണ്. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത ഐക്യകണ്ഠേനയുള്ള വിശ്വാസമല്ലേ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന്. എന്നിട്ടും അവിടുന്നതാ അവിടുത്തെ വിനയം കൊണ്ടത് വിലക്കുന്നു. ഔ അതല്ലെങ്കിൽ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അനി തഫ്ളീലി ഇദാ കാന ഹാദാ മിൻ ബാബിൽ അസബിയ്യത്തി ലിൽ ജിൻസ്, അതൊരു വർഗീയമായ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ വർഗീയതയുടേതായ ഒരു കാര്യത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന അതിനുപോൽബലകമായ നിലക്കുള്ള ഒരു തർക്കത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ട് പോകുന്ന ഒരു വാക്കുകളിലേക്ക് ഒരു പ്രയോഗങ്ങളിലേക്ക് അത് നീങ്ങിയപ്പോ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണദോഷിക്കുകയാണ്. അത്രത്തോളം നമ്മൾ സൂക്ഷ്മത അംബിയാഇനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടായിരിക്കണം എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസത്തിന്റെ പരമപ്രധാനമായ മറ്റൊരു ഭാഗമാണ് മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ചെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. അവരൊക്കെയും മനുഷ്യരാണ്. പ്രവാചകന്മാരെല്ലാം മനുഷ്യരാണ്. മനുഷ്യരെ എങ്ങനെയാണോ അള്ളാഹു സൃഷ്ടിച്ചതെങ്കിൽ അതുപോലെ തന്നെയാണ് അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മുടെയൊക്കെ ചില മതവിഭാഗങ്ങളുടെ മതസംഘടനകൾ നാട്ടിൽ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന അഖീദയുടെ പുസ്തകത്തിൽ വിശ്വാസങ്ങളിൽ പഠിപ്പിക്കുന്നത് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ നൂറിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാരെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശമാണ് ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി എന്നുമൊക്കെ പലരും കുട്ടികളെ പഠിപ്പിച്ചു വരുന്നുണ്ട്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും സന്താനമായി കൊണ്ട് പിറന്നു വീണ മഹാനായ നേതാവ് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവർ ഇവിടെ മലക്കുകളാണ്. മനുഷ്യരുടെ മുഴുവൻ സൃഷ്ടിപ്പ് മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്. അതേ അവസരത്തിൽ ജിന്നു വിഭാഗത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അഗ്നിജ്വാലയിൽ നിന്നാണ്. മിന്നാരിസ്സമോ, അഗ്നിജ്വാലയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതോ മിമ്മാ വുസിഫ ലക്കും, അഥവാ നിങ്ങളോട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള വർണ്ണിക്കപ്പെട്ടിട്ടുള്ള അഥവാ മണ്ണിൽ നിന്നാകുന്നു. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളതത്രേ, ആദമാകട്ടെ മണ്ണിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പ്രവാചകന്മാര് പകുതി മനുഷ്യരും പകുതി മലക്കുകളുമാണ് എന്ന അർത്ഥത്തിലാണ് ചില പുസ്തകങ്ങളിലൊക്കെ നമ്മുടെ മദ്രസകളിൽ സമസ്ത വിഭാഗമൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ശാരീരികമായി അവർ മനുഷ്യരും ആത്മീയമായി മലക്കുകളുമാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ എന്ന് പറയാൻ പറ്റാത്ത കോലത്തിൽ ഒരു മലശ്യനാണ് എന്നൊക്കെ പറയേണ്ടി വരും. മലക്കുമല്ല മനുഷ്യനുമല്ല, മലശ്യൻ. അങ്ങനെ പ്രവാചകന്മാരെ കുറിച്ച് ഇസ്ലാമിൽ വിശ്വാസം ഇല്ല. പ്രവാചകന്മാരൊക്കെ മനുഷ്യരാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത് പ്രവാചകന്മാര് തന്നെയും
അവരുടെ സമൂഹത്തോട് പറഞ്ഞതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഖുൽ, പ്രവാചകരെ പറയൂ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. പിന്നെന്താ പ്രത്യേകത? എനിക്ക് വഹി കിട്ടുന്നുണ്ട്, നിങ്ങൾക്കത് കിട്ടുന്നില്ല. വഹി എനിക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച പ്രത്യേകതകളൊക്കെ ഉണ്ടാവും, അത് വേറെ വിഷയം. എന്നാൽ എല്ലാവരും ആര് തന്നെയാണ്? മനുഷ്യർ. ഓരോ കാലത്തും വന്നിട്ടുള്ള പ്രവാചകന്മാര് മനുഷ്യരായി എന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ ശത്രുക്കൾ അവരെ ചോദ്യം ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാർ, ഞങ്ങളൊന്നും പിൻപറ്റി ഞങ്ങൾക്ക് നടക്കാൻ പറ്റൂല. പ്രവാചകന്മാരൊക്കെ ആയിട്ട് ഞങ്ങളെക്കാണൊക്കെ മേന്മയുള്ള ആളുകൾ വരികയാണെങ്കിൽ അത് വേറെ കുറെ രൂപത്തിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന്മാരുടെ മഹത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ അമ്പിയാക്കളോടൊക്കെ അള്ള മറുപടി കൊടുക്കാൻ പറഞ്ഞത് ഞങ്ങള് അമാനുഷരാണ് എന്നല്ല, ഞങ്ങളൊക്കെ മനുഷ്യന്മാരാന്ന് തന്നെ പറയാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 11-ാമത്തെ ആയത്തിൽ കാണാം ഇവരെ കുറിച്ച് ഇങ്ങനെ ആരോപണങ്ങള്. അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾ പ്രവാചകന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളൊക്കെ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരെന്നെയാണ്, അവിടെ നിങ്ങളെ ഒന്നും പിന്നാലെ കൂടാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞപ്പോ, അല്ല ഞങ്ങൾ നിങ്ങളെ പോലത്തെ അല്ല എന്ന് പറയാനല്ല അള്ള പഠിപ്പിച്ചത്. മറിച്ച് എന്താ പറഞ്ഞത്? قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده. പ്രവാചകന്മാർ അവരോട് പറഞ്ഞു. ആരോട്? നിങ്ങളെ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരോട് പ്രവാചകന്മാര് തിരിച്ചെന്താ പറഞ്ഞത്? ഇന്നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ മനുഷ്യന്മാരനെ, നിങ്ങൾ പോലത്തെ മനുഷ്യന്മാരനെ. വലാകിന്നല്ലാഹ്, പിന്നെന്താ ഞങ്ങളുടെ പ്രത്യേകത? പക്ഷേ അല്ലാഹു യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു. നുബുവത്താകുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേകത ഞങ്ങൾക്കുണ്ട്. എന്നാലും ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരെയൊക്കെ അള്ളാഹു, മനുഷ്യരായ പ്രവാചകന്മാരെയൊക്കെ നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പേ അവരൊരു നുബുവത്ത് സ്വീകരിപ്പിക്കാവുന്ന നിലക്ക് ആ പ്രവാചകന്മാര് അവർക്ക് ഞങ്ങൾ നബിയാകാൻ പോകുന്നവരാണെന്ന് ഒരിക്കലും അറിയാത്ത വിധത്തിൽ തന്നെ അള്ളാഹ് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ടുവന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പും ഒരു മോശപ്പെട്ട സദസ്സിൽ പോലും മനസ്സറിഞ്ഞുകൊണ്ട് ഇരുന്നിട്ടില്ല. ആ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ മലീമസമായ ചുറ്റുപാടുകളിൽ ജീവിച്ചിട്ടും 40 കൊല്ലം അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ടും മദ്യം നുണഞ്ഞു നോക്കിയിട്ടില്ല, വിഗ്രഹാരാധനയുടെ ചാരത്തേക്ക് പോയിട്ടില്ല, വ്യഭിചാരത്തിന്റെ 4 അയലത്ത് എത്തി നോക്കിയിട്ടില്ല, അസത്യം പറഞ്ഞിട്ടില്ല, ശത്രുക്കൾക്ക് പോലും പറയേണ്ടി വന്നു അൽ അമീൻ. ആ രൂപത്തിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അമ്പിയാക്കളെയൊക്കെ അള്ളാഹു അവന് തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന അമ്പിയാക്കളെയൊക്കെ അള്ളാഹ് അതിനുവേണ്ടി ഇങ്ങനെ ചെറുപ്പത്തിലേ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. അവർക്ക് പ്രത്യേകമായ ആ നിലക്ക് അവരറിയൂല ഞാൻ നബിയാകാൻ പോകുകയാണ്, അതുകൊണ്ടാ എന്നിൽ ഇങ്ങനെയൊന്നും മനസ്സിലാവൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് വരെ പറഞ്ഞില്ലേ, മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, എന്താ കിതാബ് എന്താ ഈമാൻ നിനക്കറിയില്ലായിരുന്നു. പല ആളുകളും പറയാറുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയ വള്ളി കാലിൽ ചുറ്റി ഹിറാ ഗുഹയിൽ വെച്ച് തേടി നടക്കുകയായിരുന്നു. എനിക്ക് ഈ സമൂഹത്തെ ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ, ഞാൻ എപ്പോഴാണ് എനിക്കൊരു പ്രകാശം കിട്ടുക എന്ന് ആലോചിച്ച് ഹിറാ ഗുഹയിൽ പോയി ഒരുപാട് കാലം ഇങ്ങനെ ആ പ്രകാശത്തെയും മോഹിച്ചുകൊണ്ട് ഇങ്ങനെ ധ്യാനനിരതനായി ഇരിക്കുമ്പോൾ മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അതാ തേടിയ വള്ളി കാലിൽ ചുറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വള്ളിയും തേടി പോയിട്ടില്ല. അത് അള്ളാഹ് സമയത്താണ് കൊടുത്തത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സമയത്താണ് കൊടുത്തത്. ഒരു പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ജനങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലുമുള്ള ജനങ്ങൾ പലപ്പോഴും ഒരു പ്രവാചകന്മാര് മനുഷ്യരായി വന്നാൽ അവരെ അതിന്റെ പേരിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് പ്രവണത ഉണ്ടായിരുന്നു. പലർക്കും വിശ്വസിക്കാൻ തടസ്സം ഒരു മനുഷ്യനാണ് എന്നുള്ളതായിരുന്നു ആ ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ഇസ്രായിലെ 94-ാമത്തെ ആയത്തിൽ കാണാം, وما منع الناس أن يؤمنوا
ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ ഖാലൂ അബഅസല്ലാഹു ബശറർ റസൂലാ വമാ മനഅൻ നാസ് ജനങ്ങൾക്ക് തടസ്സമായില്ല, ജനങ്ങളെ തടഞ്ഞില്ല, അയ്യുമിനു അവർ വിശ്വസിക്കുന്നതില്ലെന്ന്. എപ്പോ ഇത് ജാഅഹുമുൽ ഹുദാ സന്മാർഗത്തിന്റെ ദർശനവുമായി കൊണ്ട് പ്രവാചകന്മാര് ആ ഹുദയുമായിട്ട് അവർക്ക് വന്നപ്പോൾ ഇല്ലാം ഖാലു അവരുടെ ഈ വാക്കല്ലാതെ എന്താ അവർ പറഞ്ഞത്? അബഅസല്ലാഹു ബശറൻ റസൂലാ അല്ലാഹു ഒരു മനുഷ്യനെ റസൂലാക്കി. അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ നബിയായിട്ട് വരിക റസൂലായിട്ട് വരിക എന്നുള്ളതൊന്നും പറ്റൂല. മാത്രല്ല നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ പൊട്ടന്മാരാണ്, നഷ്ടപ്പെടും നിങ്ങൾക്ക് എന്നാണ് അവരിലെ പ്രമാണിവർഗം അനുയായി വൃന്ദത്തോട് പറഞ്ഞത്. ഖുർആൻ സൂറത്ത് മുഅ്മിനൂൻ 34-ാമത്തെ ആയത്തിൽ അത് പറയുന്നു. പ്രമാണിമാര് അവരുടെ ജനതയോട് പറഞ്ഞതാ, പ്രവാചകന്മാരെ അനുസരിച്ച് ആളുകളോട് പറയാണ്, അനുസരിച്ചു പോകരുത് വരെയൊന്നും. വലഇൻ അതഅതും ബശറാ വലഇൻ അതഅതും ബശറൻ മിസ്ലകും ഇന്നകും ഇദൽ ഖാസിറൂൻ. അവരവരുടെ ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യരെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഭാവമെങ്കിൽ ഇന്നക്കും നിശ്ചയമായും ജനങ്ങളെ നിങ്ങൾ ഇദൽ ഖാസിറൂൻ നിങ്ങൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടുപോകും. അതുകൊണ്ട് വിജയിക്കണോ ഇവരെ പിന്നാലെ കൂടണ്ട എന്ന് അന്നത്തെ ശത്രുക്കൾ പ്രവാചകന്മാരെ കുറിച്ച് അനുയായികളോട് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല അവര് പറഞ്ഞു, ഫഖാലൂ അബശറൻ മിന്നാ വാഹിദൻ നത്തബിഉഹു ഇന്നാ ഇദൽ ലഫീ ബലാലിൻ വസുഉർ. സൂറത്തുൽ ഖമറിലെ 24-ാമത്തെ ആയത്ത് അവര് പറഞ്ഞു, അബശറൻ മിന്നാ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനെയാണോ, വാഹിദൻ ഒറ്റപ്പെട്ടവനായ ഒരു മനുഷ്യനെയാണോ നത്തബിഉഹു നമ്മൾ പിൻപറ്റേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്നാ ഇദൽ ലഫീ ബലാലിൻ വസുഉർ നമ്മൾ അങ്ങേയറ്റത്തെ വഴികേടിലും ബുദ്ധിശൂന്യതയിലും തന്നെയാണ് പെട്ടുപോവുക എന്ന് പറഞ്ഞ ആളുകളെ അവർ വിലക്കാൻ പറഞ്ഞിരുന്ന ഒരു കാരണം ഇവരൊക്കെ നബിമാരൊക്കെ മനുഷ്യന്മാരാണ്. മാത്രമല്ല അവർ ഇത്ര കൂടി പറഞ്ഞു, വഖാലല്ലദീന ലാ യർജൂന ലിഖാഅനാ ലൗലാ ഉൻസില അലൈനൽ മലായികത ഔ നറാ റബ്ബനാ ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം വഅതൗ ഉതുവൻ കബീറാ. സൂറത്തുൽ ഫുർഖാൻ 21-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, വഖാലല്ലദീന ലാ യർജൂന ലിഖാഅനാ നമ്മെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹമില്ലാത്ത കാഫിറുകൾ പറഞ്ഞു നടന്നു. മരിക്കണം, മരിച്ചാൽ എന്റെ അടുത്ത് വരണം, എന്നെ കണ്ടുമുട്ടേണ്ടി വരും എന്നൊന്നും വിശ്വസിച്ചിട്ടില്ലാത്ത കാഫിറുകൾ പറഞ്ഞു, ലൗലാ ഉൻസില അലൈനൽ മലായിക എന്താ നമുക്ക് ദീന് പഠിപ്പിക്കാൻ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചാൽ, എന്തുകൊണ്ടൊരു മലക്കിനെ അയച്ചുകൂടാ? ഔ നറാ റബ്ബനാ അലൈ മലക്കും വേണ്ട, റബ്ബൻ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ. റബ്ബിനെന്താ നേരിട്ട് വന്ന് നമ്മളൊക്കെ ഒന്നാണ് പഠിപ്പിച്ചാൽ, ഒന്നുകിൽ എന്താ മലക്കുകളെ ഇറക്കി തന്നാല്, അല്ലെങ്കിൽ ആ റബ്ബിനെ അങ്ങോട്ട് വന്നൂടെ, ഞങ്ങൾക്ക് അവനൊന്ന് കണ്ടൂടെ എന്നൊക്കെ പറഞ്ഞു. ധിക്കാരത്തിന്റെ വാക്ക. ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം അവരുടെ കാര്യത്തിൽ അവർ അഹന്ത നടിച്ചു. വതൗതുവൻ കബീറാ അങ്ങേയറ്റത്തെ ധിക്കാരത്തിന്റെ വാക്കാണ് അവര് പറഞ്ഞത്. ഇനിയും നോക്കൂ, അവര് പറഞ്ഞു, വഖാലൂ മാ ലിഹാദർ റസൂൽ يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. അതേ സൂറത്ത് 7-ാമത്തെ ആയത്ത് സൂറത്തുൽ ഫുർഖാൻ അവർ പറഞ്ഞു, കാഫിറുകൾ പറഞ്ഞു, മാ ലിഹാദർ റസൂൽ റസൂലിന് എന്ത് പറ്റി, ഇതെന്ത് റസൂലാ, ഇതെന്ത് നബിയാ, ഇതെന്ത് റസൂലാ, യഅ്കുലു ത്വആം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കും പോലെ ഇയാളും ഭക്ഷണം കഴിക്കുന്നു, വയംശീ ഫിൽ അസ്വാഖ് മാർക്കറ്റിലൂടെ ഒക്കെ ഇയാളും നടക്കുന്നു, ഇയാൾക്ക് എന്ത് ഒരു പ്രത്യേകതയില്ല. യഅ്കുലു മിമ്മാ തഅ്കുലൂന വയശ്റബു മിമ്മാ തശ്റബൂൻ നിങ്ങൾ തിന്നുന്നു നിങ്ങൾ കുടിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, മാർക്കറ്റിലൂടെ ഒക്കെ കാണാണ്ട് ഇതൊരു പ്രത്യേകതയില്ല. ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ ഇയാൾക്ക് ഒരു മലക്കിനെ അല്ലാഹു ഇറക്കി കൊടുത്തൂടെ, ഫയകൂന മഅഹു നദീറ എന്നിട്ട് കൂടെ ഒരു താക്കീതുകാരനായിട്ട് ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ കുറച്ചുകൂടി തിരക്കിടില്ലായിരുന്നു. ഒന്നുകിൽ മലക്കന്നെ വരണം, അല്ലെങ്കിൽ ഇയാളെ കൂടെ ഒരു മലക്ക് വേണമെന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മഹാന്മാരായ പ്രവാചകന്മാരുടെ ദൗത്യത്തെ പരിഹസിക്കാനും നിഷേധിക്കാനും ഒക്കെ ജനങ്ങൾ തയ്യാറായി. അതിന് അല്ലാഹു മറുപടി കൊടുത്തു, മലക്കുകൾ ഇറങ്ങിയ എങ്ങനെയാടാ നിങ്ങൾക്ക് മനസ്സിലാവുക? നിങ്ങൾ ചോദിക്കുന്നു മലക്കിനെ ഇറക്കിക്കൂടെ, മലക്കിനെ കാണാൻ കഴിയോ?
ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹത്വത്തിന്റെ പൂർണ്ണതയിലെത്തിയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ ഒരു മലക്കിനെ സാക്ഷാൽ സ്വരൂപത്തിൽ കണ്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ല ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് എപ്പോഴും വഹയും കൊണ്ടുവരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാക്ഷാൽ സ്വരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് 2 തവണ മാത്രമാണ്. 2 തവണ മാത്രമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരിക്കൽ ഭൂമിയിൽ വെച്ച് കാണുമ്പോ ചക്രവാളം മുഴുവനും നിറഞ്ഞു നിന്നുകൊണ്ടാണ് ഞാൻ കണ്ടത്. മാനത്തേക്ക് നോക്കുമ്പോ മുഴുവനും ഇങ്ങനെ ഉഫുക്ക് മുഴുവനും ഇങ്ങനെ തിങ്ങിയിട്ടാ നിൽക്കണത്. എത്ര ചിറകാ? 600 ചിറകോടുകൂടി, 600 ചിറകോടെ. ഓരോ ചിറകും എന്ന് പറഞ്ഞാൽ തന്നെ ആകാശഭൂമികളുടെ മശ്രിഖ് മഗ്രിബിന്റെ വലിപ്പാണ്. അങ്ങനത്തെ 600 ചിറകുകളും കൊണ്ട് സാക്ഷാൽ സ്വരൂപത്തിൽ അങ്ങ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അമ്പിയാക്കന്മാർക്ക് അങ്ങനെയാണല്ലോ, ഒരു മലക്കുകളൊക്കെ ചിറകുകളുള്ളവരാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചിറകുകളുള്ളവരാണ്. വളരെ കൃത്യമായി അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. മസ്നാ വസുലാസ് വറുബാ, 3, 4, 5 അപ്പുറം ഒക്കെ ചിറകുള്ളവരുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാക്ഷാൽ രൂപത്തിൽ 600ഓളം ചിറകുകളോടെ എനിക്ക് കണ്ടു നിൽക്കാനായില്ല. ഭൂമിയിൽ കണ്ട് വീണുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് സാധാരണ ഈ മനുഷ്യന്മാർക്ക് ഒരു മലക്കിനെ കാണാനുള്ള ത്രാണിയോ അങ്ങനെ കേൾപ്പോ സാധ്യല്ല. ഇനി മാത്രല്ല കാണാൻ കഴിയൂല എന്ന് മാത്രല്ല, മനുഷ്യവേഷം പൂണ്ടിട്ടല്ലേ ഒരു മലക്കിന് നിങ്ങളുടെ അടുത്ത് വരാൻ കഴിയുള്ളൂ. മലക്കിന്റേതായ രൂപത്തിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. റസൂലുള്ളാഹിക്ക് വരെ സഹിക്കാൻ പറ്റിയിട്ടില്ല. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷാൽ സ്വരൂപത്തിൽ കാണാത്ത അവസരത്തിൽ പോലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയും കൊണ്ടുവരുമ്പോ ഏറ്റവും തണുപ്പേറിയ വിറക്കുന്ന രാത്രിയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജബീൻ, അവിടുത്തെ നെറ്റിത്തടം വിയർത്തൊഴുകുന്ന പറയുന്നത്. വിയർത്തൊഴുകും. എന്തോ ഒരു പ്രത്യേകമായ അവസ്ഥ. വാഹനപ്പുറത്തൊക്കെ ഇരുന്നിട്ട് വഹി അങ്ങോട്ട് വരുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഭൂമിയിലേക്ക് അങ്ങോട്ട് കനം തോന്നും. ഒരിക്കൽ വഹി വരുന്ന നേരത്തെ മറ്റൊരു സഹാബിയുടെ കാലിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലാണ്. വാഹനത്തിൽ ഇങ്ങനെ ബാക്കിൽ ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് വേറൊരു സഹാബി. അപ്പൊ കാലൊന്നും ഇങ്ങനെ കോർത്ത് അല്പം പിണച്ചു വെച്ചിട്ടുണ്ട്. അസമയത്തൊരു വഹി വന്ന നേരത്ത് ആ സഹാബി പറയുന്നുണ്ട്, എന്റെ തൊടയല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. അത്ര ഒരു വെയിറ്റ് കിട്ടു വന്നു എനിക്ക്. വഹി വരുന്ന നേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരെ പ്രത്യേകത, നിങ്ങൾ മലക്കിനെ കാണാൻ ആവശ്യപ്പെടുക. മലക്കെന്താ നിങ്ങളെ പഠിപ്പിക്കാൻ വരാത്തതെന്നോ? എടോ, നിങ്ങൾക്ക് മലക്കിനെ പറഞ്ഞയച്ചു തന്നാൽ നിങ്ങൾക്ക് കാണാനും കഴിയില്ല. ഇനി ഒരു മലക്കിനെ നിങ്ങൾക്ക് പറഞ്ഞയച്ചു തരാൻ പിന്നെ എന്തേ മാർഗുള്ളൂ? മനുഷ്യവേഷത്തിൽ പറഞ്ഞയക്കാം. ആ മനുഷ്യൻ വന്നിട്ട് ഞാൻ മലക്കാണെന്ന് പറഞ്ഞാൽ അപ്പോഴും നിങ്ങൾ തന്നെയല്ലേ പറയാ, ഏയ് നിങ്ങൾ മനുഷ്യനെന്ന്, നിങ്ങൾ മനുഷ്യനെ, നിങ്ങൾ മലക്കൊന്നുമല്ല. അപ്പോഴും അതന്നെയല്ലേ പറയാ. പൊട്ടത്തരല്ലേ നിങ്ങൾ ഈ ചോദിക്കുന്നത്? പ്രായോഗികമായതെങ്കിലും പറയാൻ പഠിച്ചൂടെ എന്നാണല്ലോ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു ചോദിക്കുന്നു സൂറത്തുൽ അൻആമിലെ 9-ാമത്തെ ആയത്തിലൂടെ, വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുലാ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. ആ നബിയെ നാം ഒരു മലക്കാക്കിയിരുന്നുവെങ്കിൽ ലജഅൽനാഹു റജുലാ, ഒരു പുരുഷ രൂപത്തിലാക്കുമായിരുന്നു. ഒരു മലക്കായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കണമെന്ന് പുരുഷ രൂപത്തിൽ പറഞ്ഞയക്കണ്ടേ? ഒരാളെ കോലത്തിൽ പറഞ്ഞയക്കണ്ടേ? അപ്പോഴും വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ, അവർക്ക് ഇപ്പോഴുള്ള ആശങ്ക അപ്പോഴും ആശങ്കയിൽ തന്നെ ബാക്കിയാവില്ലേ? അപ്പോഴും പറയുന്നത്, ഏയ് നിങ്ങൾ മനുഷ്യനെ ഞാൻ അപ്പോഴും പറയില്ലേ. അതുകൊണ്ട് നടക്കുന്നത് വല്ലതുണ്ടെങ്കിൽ പറ. നിങ്ങൾക്കിതൊന്നും വിശ്വസിക്കാനുള്ളതല്ല, നിങ്ങളുടെ തനിച്ച ധിക്കാരമാണ്, തനിച്ച അഹങ്കാരമാണ് നിങ്ങൾക്കുള്ളത് എന്ന് അല്ലാഹു ശത്രുക്കളെ വളരെ ഗൗരവത്തോടുകൂടി താക്കീര് നടത്തുകയുണ്ടായി. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ മലക്കുകളെ നേരിൽ കാണുന്ന ഒരു രംഗമുണ്ട്, അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഖുർആനിൽ താക്കീര് സ്വരത്തിൽ പറഞ്ഞു. സൂറത്തുൽ ഫുർഖാനിലെ 22-ാമത്തെ ആയത്തിൽ നിങ്ങൾ മലക്കുകളെ കാണുന്ന ദിവസം ഉണ്ടല്ലോ, അത് വളരെ ഗുരുതരായിരിക്കും. കാണട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. കണ്ടുമുട്ടുന്ന ഒരു ദിവസം ഉണ്ട് നിങ്ങൾ മലക്കുകളെ. യൗമ യറൗനൽ മലായികത ലാ ബുശ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ. അവർ മലക്കുകളെ കാണുന്ന ദിവസം ലാ ബുശ്റാ, ഒരു ബുശ്റ ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല അന്നത്തെ ദിവസം കുറ്റവാളികൾക്ക്. പരലോകത്ത് വെച്ച് മലക്കുകളെ കാണുമ്പോൾ പിടിച്ച് ബന്ധിച്ച് നരകത്തിൽ കെറിയാൻ ആ മലക്കുകൾ വരിക. പിന്നെ മലക്കുകളെ കാണുന്ന നേരം മരണനേരത്താണ്. നല്ലോണം അടിച്ചിട്ടാണ് ആത്മാവിനെയും കൊണ്ട് പിടിച്ചാണ് കൊണ്ടുപോകുക. അവരുടെ മുഖത്തും പാർശ്വഭാഗങ്ങളിലും അവരടിക്കും.
പറഞ്ഞില്ലേ, ശിക്ഷ ഇറക്കാൻ വേണ്ടി മലക്കുകൾ വന്നാലും അങ്ങനെ തന്നെയാണ് നടക്കുക. കാണണം എന്ന് പറഞ്ഞ് പരിഹസിക്കണ്ട, വന്നോക്കണം, മലക്കുകളെ കാണുന്ന നേരം നന്നാവൂല എന്ന് ഗൗരവത്തോടുകൂടെ അല്ലാഹു തആല അവരെ ഉണർത്തിയിരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, ഇവരൊക്കെ മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ മനുഷ്യന്മാരാണെന്ന് ഇപ്പൊ നമ്മൾ വിശ്വസിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അത് പറയുമ്പോ പല ആളുകളും ദുർവ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കും. കണ്ടോ, ഇവര് പഴച്ച കൂട്ടരാന്നില്ലിരിഞ്ഞ് വേറെ വല്ല തെളിവും വേണോ? മുത്തമുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അമ്പിയാക്കന്മാരൊക്കെ മനുഷ്യന്മാര്, സാധാരണ മനുഷ്യന്മാരെ പോലെ, നമ്മളെ പോലെ ഒരു പ്രത്യേകതയില്ല, സാധാരണ മുഹമ്മദാണ്, സാധാരണ മൂസയാണ്, സാധാരണ ഈസയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്പിയാക്കൾ മനുഷ്യരാക്കി ഇവര് തരം താഴ്ത്തി എന്ന് പലരും ആരോപിക്കാറുണ്ട്. അതാണോ സുഹൃത്തുക്കളെ അവര് മനുഷ്യരാണെന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം? മനുഷ്യർക്ക് പ്രവാചകന്മാരായിട്ട് വരുന്നവർ മനുഷ്യരായാലേ മാതൃകകൾ പകർന്നു കൊടുക്കാനും പഠിപ്പിക്കാനും ഏറ്റെടുക്കാനും സ്വീകരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ അമാനുഷ്യരായാ പറ്റൂല. അവർക്കും വേണം വിചാരവികാരങ്ങൾ, അവർക്കും വേണം മാനുഷികമായ നിലക്കുള്ള സ്വഭാവങ്ങൾ. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ, പച്ച മനുഷ്യന്മാരുടെ കൂടെയാണ് അവർക്ക് ജീവിക്കേണ്ടത്. ആ പച്ച മനുഷ്യന്മാർക്കാണ് അവർ വഴി കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങളൊക്കെ ഇവരിലും ഉണ്ടാകും. അതായത് അവരും ഭക്ഷണം കഴിക്കും, അവരും വെള്ളം കുടിക്കും, അവർക്കും ക്ഷീണം വരും, അവരും ഉറങ്ങും, അവരും വിവാഹം കഴിക്കും, അവർക്കും കുടുംബജീവിതം ഉണ്ടാകും, അവർക്കും സന്താനങ്ങൾ ഉണ്ടാകും. അല്ലാതെ തിന്നാത്ത കുടിക്കാത്തൊരു വിഭാഗമൊന്നും ആക്കിയിട്ട് നാം അവരെ ആക്കിയിട്ടില്ല. സൂറത്തുൽ അംബിയ 7-8 ആയത്തുകളിലൂടെ അല്ലാഹു പറയാണ്, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്'ആമ വമാ കാനൂ ഖാലിദീൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് മനുഷ്യന്മാരെ, ആളുകളെയല്ലാതെ അഥവാ മലക്കുകളെയല്ല, മനുഷ്യന്മാരെ തന്നെയാണ് നാം ദൂതന്മാരായിട്ട് അയച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി വല്ല സംശയം ഉണ്ടെങ്കിൽ അറിയില്ലാത്തവർ ആണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. നാം ആ പ്രവാചകന്മാരെയൊന്നും ആക്കിയിട്ടില്ല ജസദൻ, തടികൾ. എങ്ങനത്തെ തടികൾ? ലാ യഅകുലൂന ത്വഅമ, ഭക്ഷണമൊന്നും കഴിക്കാത്ത ആളുകളാക്കിയിട്ടില്ല. അവരും ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതികരണം എന്ന നിലക്ക് വിസർജനം ഉണ്ടാകും. മലമൂത്ര വിസർജനങ്ങൾ അവർക്കും ഉണ്ടാകും. വമാ കാനൂ ഖാലിദീൻ, അവരാരും ഇവിടെ ശാശ്വതരുമല്ല, നിത്യവാസികളുമായിട്ടില്ല. അല്ലാഹു തആല പ്രവാചകന്മാരെ കുറിച്ച് പറയാണ്. മാത്രമല്ല സൂറത്തുർ റഅദ് 38-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയതൻ. നാം നബിയെ, താങ്കൾക്ക് മുമ്പും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയതൻ, അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നിശ്ചയിച്ചിട്ടുമുണ്ട്. ഭാര്യയും മക്കളും സന്താനവും കുടുംബക്കായിട്ട് ജീവിച്ചവരെന്നെയാണ് കഴിഞ്ഞു പോയതൊക്കെ മനുഷ്യരാണ്. അവർക്ക് രോഗം ഉണ്ടാവും, രോഗം ഉണ്ടായാൽ അവരും മരുന്ന് കഴിക്കും, ദുആ ചെയ്യും, ശിഫ തേടും, അല്ലാഹുവിനോട് തേടും, മരുന്ന് ഉപയോഗിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നിടത്ത് പോലും അത് പറയാൻ മറന്നില്ല. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ. സൂറത്തു ശുഅറ 79 മുതൽ 81 വരെയുള്ള വചനങ്ങൾ. ആരാണ് അല്ലാഹ്? അവൻ എന്നെ ഭക്ഷിപ്പിക്കുന്നവനാണ്, എന്നെ കുടിപ്പിക്കുന്നവനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആരാ എന്റെ റബ്ബ്? എന്നെ ഭക്ഷിപ്പിക്കുന്നവനാണ്, എന്നെ കുടിപ്പിക്കുന്നവനാണ്. ഇദാ മരിളതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് ശമനം നൽകുന്നത്. അമ്പിയാക്കൾക്ക് രോഗം വരുന്നില്ലേ? അമ്പിയാക്കൾ രോഗം വരും. ആ അമ്പിയാക്കൾക്ക് രോഗം വന്നാലും ശിഫ കൊടുക്കുന്നത് അല്ലാഹയാണ്. വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ, എന്നെ ജീവിപ്പിക്കുന്നവനും പിന്നീട് എന്നെ മരിപ്പിക്കുന്നവനും പിന്നീട് എന്നെ ജീവിപ്പിക്കുന്നവനും അവൻ തന്നെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. സൂറത്തു സുമർ 30-ാമത്തെ ആയത്ത്. നബിയെ, തീർച്ചയായും താങ്കൾ മരിക്കും, അവരും മരിച്ചവരാണ്.
താങ്കളും മയ്യിത്താകും, അവരും മയ്യിത്തായവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സഹാബത്ത് തന്നെ പറഞ്ഞില്ലേ, അവിടുന്ന് ഒരു മനുഷ്യനായിരുന്നു. വസ്ത്രം കഴുകി വൃത്തിയാക്കും, സ്വന്തം വസ്ത്രം തുന്നും കൈകൊണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ആട്ടിനെ കറക്കും. വയഹ്ദിമു നഫ്സഹു, തന്റേതായ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്ന ഒരു പച്ച മനുഷ്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അതേ അവസരത്തിൽ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രവാചകന്മാരും മുക്തരല്ല. ഒരു വേള സാധാരണക്കാരേക്കാൾ കൂടുതൽ പരീക്ഷിക്കപ്പെടും പ്രവാചകന്മാരെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ജയിലിൽ അടക്കപ്പെടുക എന്നത് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ കാരാഗൃഹത്തിൽ അടക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം മഹാനവറുകൾ ജയിലറക്കുള്ളിൽ കഴിയേണ്ടി വന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ പറയുന്നുണ്ട്. അതവർക്കൊരു പോരായ്മയല്ല, പരീക്ഷണങ്ങൾ ഉണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉഹദിൽ പരിക്ക് പറ്റിയില്ലേ? അവിടുത്തെ മുഖത്ത് നിന്ന് ധാരധാരയായി രക്തം പൊടിഞ്ഞു. അവിടുത്തേക്ക് ഉഹദിൽ ശത്രുക്കൾ കരുതി വെച്ചിരുന്ന വാരിക്കുഴിയിൽ വീണുകൊണ്ട്, ചതിക്കുഴിയിൽ വീണുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു. അവിടുത്തെ പല്ല് പൊട്ടിപ്പോയി. മുൻപല്ല പരിക്ക് പറ്റി, മുഖത്തു നിന്ന് രക്തം വാർന്നൊഴുകി. അവിടുത്തേക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ബോഡിയിൽ നിന്നും ചുവന്ന രക്തം വന്നിട്ടുണ്ട്. അവിടുന്നും ക്ഷീണിച്ചിട്ടുണ്ട്. അവിടുന്നും രോഗബാധിതനായിട്ടുണ്ട്. അവിടുന്നും അബോധാവസ്ഥയിൽ വീണിട്ടുണ്ട്. ബോധം വീണ്ടും തെളിഞ്ഞിട്ടുണ്ട്. വീണ്ടും അബോധാവസ്ഥയിലായിട്ടുണ്ട്. അതൊക്കെ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പലരെയും അവരുടെ നാടുകളിൽ നിന്ന് പുറത്താക്കിയില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ഇറാഖിന്റെ മണ്ണിൽ നിന്ന് വിട്ടില്ലേ? ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ റബ്ബിലേക്ക് ഹിജ്റ പോകുന്നു. ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്നേഹിച്ചിരുന്ന മക്ക രാജ്യത്തോട് വിട പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ബഹിഷ്കരിക്കപ്പെട്ട പ്രവാചകന്മാര്, പുറത്താക്കപ്പെട്ടവര് മാത്രല്ല, പീഡനങ്ങൾ അതുകൊണ്ടൊന്നും നിന്നിട്ടില്ല. പല പ്രവാചകന്മാരെയും നിഷ്കരുണം കൊന്നുകളഞ്ഞിട്ടുണ്ട്. പലരെയും കൊലക്കത്തിക്കിരയാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസുകും ഇസ്തക്ബർതും ഫഫരീഖൻ കസ്സബ്തും വഫരീഖൻ തഖ്തുലൂൻ. സൂറത്തുൽ ബഖറ 87-ാമത്തെ ആയത്ത്. പ്രവാചകന്മാരെ അവർക്ക് ഇഷ്ടമില്ലാത്ത, അവരുടെ ഇച്ഛകൾക്ക് യോജിക്കാത്ത കാര്യങ്ങളുമായി നബിമാര് വന്നപ്പോഴൊക്കെയും പ്രവാചകന്മാര് വന്നപ്പോഴൊക്കെയും അതേ നിങ്ങൾ എന്തു ചെയ്യുന്നു? നിങ്ങൾ അഹങ്കരിക്കുന്നു. ഒരു കൂട്ടം നിങ്ങളിൽ നിന്ന് അവരെ കളവാക്കിയെങ്കിൽ വേറൊരു വിഭാഗം അവരെ കൊന്നുകളയുന്നു. അങ്ങനെ അമ്പിയാക്കന്മാരെ അന്യായമായി കൊന്നുകളഞ്ഞവരുണ്ട്. അങ്ങനെയുള്ള പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ മാത്രമല്ല, കഠിനമായ രോഗാവസ്ഥയിലെ പരീക്ഷണങ്ങൾക്ക് വിധേയനായ പ്രവാചകനല്ലേ അയ്യൂബ് നബി അലൈഹിസ്സലാം. മഹാനവറുകൾ റബ്ബിനോട് തേടിയില്ലേ? وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അയ്യൂബ് തന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബേ, എനിക്ക് വിഷമം ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും കാരുണ്യവാന്മാരിൽ കരുണ ചെയ്യുന്നവനാണല്ലോ. അള്ളാഹു ഉത്തരം കൊടുത്തു. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്തു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതിലേറെ അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം അദ്ദേഹത്തിന് നൽകി. മറ്റുള്ളവർക്കൊക്കെ ഒരു ഗുണപാഠമെന്ന നിലക്കും ആ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. കഠിനമായ പരീക്ഷണങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ വിധേയരാകും പ്രവാചകന്മാരെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചത്. അവിടുത്തോടൊരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാവുക ആരാണ് പ്രവാചകരെ? അവിടുന്ന് പറഞ്ഞു, അൽ അംബിയാ, അംബിയാക്കളായിരിക്കും. സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നീട് അവരോടടുത്ത് ശ്രേഷ്ഠതയുള്ളവർ, പിന്നീട് അവരോടടുത്ത് ശ്രേഷ്ഠതയുള്ളവർ പരീക്ഷിക്കപ്പെടും. ഓരോരുത്തരുടെയും ആദർശം എത്രത്തോളം ഉറപ്പുണ്ടോ അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ വരും. ദീന് നല്ല കുറച്ചു നിൽക്കുന്ന ആളാണോ, പരീക്ഷണം കടുത്തതായിരിക്കും.
കുറച്ച് മോശമാണോ? അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങൾ അടിമക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം പരീക്ഷകൾക്ക് അവൻ വിധേയനായി അവൻ സഹിച്ച് യംശി അലൽ അർളി മാ അലൈഹി ഖതീഅത്തുൻ. ഭൂമിയിൽ പിന്നെ അവൻ ജീവിക്കുമ്പോൾ പിന്നെ അവന് പാപമൊന്നും ബാക്കി ഉണ്ടാവില്ല. അത്രയും പരീക്ഷണങ്ങളിൽ സഹിച്ചവന്റെ പാപക്കറൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ പോയപ്പോ അവിടുത്തെ പനിച്ചു വിറച്ചു കിടക്കുകയാണ്. فوضع يده على الرسول صلى الله عليه وسلم. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ബോഡിയിൽ ഇങ്ങനെ അവിടുത്തെ തിരുശരീരത്തിൽ ഇങ്ങനെ കൈവച്ചപ്പോ ഫവജദ അവിടുന്ന് ചൂട് കണ്ട് ഫൗഖൽ ലിഹാ പുതപ്പിന്റെയും മീതെ ആവി വരുന്ന രൂപത്തിലുള്ള ചൂടാണ്. അമ്മാതിരി പനിയാണ്. ഫഖാല അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ അശദ്ദഹ അലൈക, വല്ലാത്ത കടുപ്പത്തിലുള്ള പനിയാണല്ലോ, നല്ല കടുപ്പത്തിലാണല്ലേ? അവിടുന്ന് പറഞ്ഞു, അതെ ഇന്നാ കദാലിക, അതെ ഞങ്ങൾ അമ്പിയാക്കൾ അങ്ങനെ തന്നെയാ ഞങ്ങൾ അപ്രകാരം തന്നെ. യുളഅഫു അലൈനൽ ബലാ, ഞങ്ങളിൽ പരീക്ഷണങ്ങൾ ഇരട്ടിയായിട്ടുണ്ടാകും. വയുളഅഫു ലനൽ അജ്ർ, കൂലി ഞങ്ങൾക്ക് ഇരട്ടിയുണ്ടാവും. ഞങ്ങൾക്ക് കൂലി ഇരട്ടിയുണ്ടാവും. പരീക്ഷണങ്ങളും ധാരാളമുണ്ട്, കൂലിയും ധാരാളമുണ്ട്. അമ്പിയാക്കൾ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒക്കെ വിധേയരായിട്ടുണ്ട്. അമ്പിയാക്കളൊക്കെ സാധാരണ തൊഴിൽ ചെയ്തിട്ടുണ്ട്, അവരതൊരു മോശമായിട്ട് കണ്ടിട്ടില്ല, അവരതുകൊണ്ട് ജീവിച്ചിട്ടുണ്ട്. മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരും ആടുമേച്ചിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആടുമേക്കാത്ത നബി ഉണ്ടായിട്ടില്ല. കച്ചവടക്കാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, പല തൊഴിൽ ചെയ്തവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, എല്ലാരും അകുൻത തർഅൽ ഗനം, നിങ്ങൾ ആടുമേച്ചിട്ടുണ്ടോ? നിങ്ങൾ ആടുമേക്കുവോ? ആടുമേച്ചിരുന്നോ? ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി നബിയെ നിങ്ങൾ ആടുമേക്കാണോ എന്ന് ചോദിച്ചതാ. ആട് നിങ്ങൾ മേക്കേ? ഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, വഹൽ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റആഹ, ഏത് നബിയാ ആട് മേക്കാത്ത നബി ഉള്ളത്? സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, മുസ്ലിമിൽ കാണാം.